നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലീഡ്സിനോട് ലിവർപൂൾ 3-3 സമനില. തൊട്ടു പിന്നാലെ മിക്സഡ് സോണിൽ സല പൊട്ടിത്തെറിച്ചു. വലിയ രൂപത്തിൽ അദ്ദേഹം വിമർശനങ്ങൾ ഉയർത്തി, പരസ്യമാക്കി തൻ്റെ നീരസം അദ്ദേഹം വെളിപ്പെടുത്തി. സോ ഇനി എന്ത് സംഭവിക്കും സലയുടെ കാര്യത്തിൽ ലിവർപൂളിൽ എന്നുള്ളതൊരു ചോദ്യമാണ്. മോ സല പുറത്തേക്ക് എന്ന സൂചനകൾ ലഭിക്കുന്നു. ആർനെ സ്ലോട്ട് കളിക്ക് ശേഷം എന്താണ് സലയുടെ കാര്യത്തിൽ പ്രതികരിച്ചു? എന്തുകൊണ്ട് സലയെ കളിപ്പിച്ചില്ല? ഒരു മിനിറ്റ് പോലും കളിപ്പിച്ചില്ല, അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തി. അതിനൊക്കെ സ്ലോട്ടിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണമുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. സ്ലോട്ട് പറയുന്നത് മോ സലയെ എന്തുകൊണ്ട് ബെഞ്ചിലിരുത്തിയും ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും അതൊരിക്കലും ഒരു ഈസി ഡിസിഷൻ ആയിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം സല ഒരു ഗ്രേറ്റ് പ്ലെയറാണ്. പക്ഷേ എങ്ങനെ ടീം ഇറക്കണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്, അത് എൻ്റെ അവകാശമാണ്. ഞാൻ ഇന്ന് എന്താണ് വേണ്ടത് അങ്ങനെ ടീമിനെ ഇറക്കി. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്, സലയെ കളിപ്പിക്കേണ്ട എന്ന തീരുമാനമെടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും ഇറക്കിയില്ല എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ മറുപടി, ഞങ്ങളൊരു ഘട്ടത്തിൽ 2-0 മുന്നിലായിരുന്നു, പിന്നെ 3-2 മുന്നിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് മത്സരം കൺട്രോൾ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് അപ്പോൾ ഗോളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻഡോയെ ഇറക്കിയത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി സലയുടെ ഭാവി എന്ത് എന്ന ചോദ്യം വരുന്നത്. അതിനുള്ള അയാളുടെ മറുപടി നോക്കുക. അയാൾ പറയുന്നു, എന്നാലും ഈ സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സിറ്റുവേഷൻ നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക. സലയുടെ ഷോർട്ട് ടേം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആഫ്കോൺ കളിക്കാൻ വേണ്ടി പോകും. ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം ആഫ്കോൺ കളിക്കാൻ വേണ്ടി പോകും. അതിനു മുമ്പ് ഞങ്ങൾ ഒരു മത്സരം ഇൻട്രോമായിട്ട് കളിക്കുന്നുമുണ്ട്. ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം എന്നാണ് ആർനെ സ്ലോട്ട് പറയുന്നത്. ഏതായാലും സ്ലോട്ട് അവിടെ തുടരുമോ സല തുടരുമോ സംശയമാണ്. രണ്ടാൽ ഒരാളെ ഇനി അവിടെ കാണൂ എന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.